ഇപ്പൊ നീ എന്നെ ചെയ്തോണ്ടിരിക്കുക? ഇതാണോ? എന്താ പുച്ഛത്തോട് നോക്കിട്ട് പോന്നേ? എടാ, ഇനി മുതൽ തോക്ക പോകുമ്പോ ഇതൊന്നും പേടിപ്പെടുത്തുന്നില്ല. നീ ഒരിക്കലും ജഡ്ജിയെ വെടിവെച്ച് കൊല്ലുകയില്ല. ആവശ്യമില്ല പേടിച്ച് ഞാനെന്തിനു ചാവണം? ബോറടിച്ച് പോയടാ, പോടാ. മച്ചാ, നീ നോക്കിയിരുന്നു. ഇനിയും ഒരു ദിവസത്തിനുള്ളിൽ ആ ജഡ്ജിനെ കൊന്നില്ലെങ്കിൽ പിന്നെ നീ കൊല്ലുമെന്ന് ഉറപ്പല്ലേ? എന്താ പാല് പിടിക്കാം. അയാൾ ആ റൂമിലുണ്ട്. പോയി നെറ്റിക്കിട്ടൊരു വെടി വെച്ചിട്ട് പാല് വായിലൊഴിച്ചേച്ചു വാ. എല്ലാവരും വന്നതിന് ശേഷം ഞാൻ വരാം. എന്താ എന്നും അവൻ വരട്ടി ഞാൻ പേടിക്കും. ഇന്ന് ഞാൻ വരട്ടിയപ്പോ അവൻ പേടിച്ച് തലകുനിച്ച് പോയല്ലോ. അപ്പൊ ഇന്ന് മുതൽ അവനെ എങ്ങനെ ഇല്ല, ഇവൻ പേടിച്ചിട്ടില്ല. ഇവന്റെ അറസ്റ്റാ. നമ്മുടെ ഊഹം തെറ്റിപ്പോയി. അവരുടെ മേത്തി വീഴരുത്. അവരെ ചുറ്റി തന്നെ കളിക്കണം. ഓക്കെ? ഇത് എന്ത് ഗെയിമാണ്? ഇത് ഇന്റലിജന്റ് ഗെയിമാണ്. നിറയെ സമ്മാനമുണ്ട്. ഞാൻ പോയെടുത്തിട്ട് വരാം. ഷാരുടെ ലൈറ്റ് ഓഫ് ആവുന്നു, അവരൗട്ട്. ഓക്കെ? ഷൂട്ട് ഷൂട്ട്. എന്താ ഇവിടെ എല്ലാരും ഈ സമയത്തോ? പോയി കിടന്നുറങ്ങ. ആ ചെല്ലേ. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇത് നിന്റെ ജോലിയല്ല, മര്യാദയ്ക്ക് വെളിയിൽ പോ. നിന്നെ കൊണ്ട് പറ്റിയല്ലോ, അപ്പൊ ഞാൻ കൊല്ലാം. എങ്ങനെ നോക്ക്. വേണ്ടത് പറഞ്ഞല്ലേ? നിന്നെ ഞാൻ എന്താടാ? ഇനി ഒരു തവണ കൂടെ ജഡ്ജിനെ കൊല്ലാൻ ആളെ അയച്ചവനെ ഞാൻ മുകളിലേക്ക് അയക്കും. അയാളെ നീയോ കൊല്ലില്ല, ഞങ്ങളെയും കൊല്ലാൻ സമ്മതിക്കില്ലേ? എന്താ കോടിക്കണക്കിന് പണം വാങ്ങിയത് മറന്നുപോയോ? ഞാൻ വാങ്ങിയിട്ടില്ല. ഓ, ഇപ്പൊ അങ്ങനെയാണോ? ശരി, നീ വാങ്ങിയില്ലല്ലോ, അപ്പൊ വിട്ടേക്ക്, ഞങ്ങൾ കൊല്ലാൻ സമ്മതിക്കില്ല. നീ ആരോട് സംസാരിക്കുന്നേ? അപ്പനാണ് എന്ന് മറന്നുപോയോ? അത് ഓർത്തോണ്ടാ നീ ജീവനോട്. അവനോട് പോയി അപ്പന്റെ സ്നേഹത്തെ പറ്റി സംസാരിക്കുന്നോ? അച്ഛനെ കൊന്നവരല്ല ഇവൻ അങ്ങനെ സംസാരിക്കൂ. ഇല്ല, സ്വന്തം അച്ഛനെ ആരും കൊല്ലാതിരിക്കാനാ ഇപ്പോഴും സംസാരിക്കുന്നത്. ഓ, അവനാണോ നിന്റെ അച്ഛൻ? വെരി ഗുഡ്. ഇപ്പൊ പറയുന്നു, അവസാനമായി പറയുന്നു, മര്യാദയ്ക്ക് പൊയ്ക്കോ. അത് തന്നെയാ ഞാൻ നിങ്ങളോടും പറയുന്നത്. ഈ പണി വിട്ട് മര്യാദയ്ക്ക് ഒതുങ്ങിക്കോ. അതാ എല്ലാവർക്കും നല്ലത്. അഡ്വൈസ് മാറിപ്പോയില്ല നീ. നമ്മളെല്ലാം മാറിയ അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവില്ല. അതാണ് ഈ ജോലിയുടെ സ്പെഷ്യാലിറ്റി. നിങ്ങളെക്കാൾ ഈ ജോലി എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്റെ അപ്പനോട് ഇതെല്ലാം നിർത്താൻ പറയുന്നു. എന്താ നോക്കിക്കുന്ന? കൊല്ലടാ അവനെ.
കൊല്ലടാ, എന്നെ കൊല്ല്. നിന്നെ വളർത്തിയതിന് ശിക്ഷ വേണ്ടേ? ആദ്യം എന്നെ കൊല്ല്, കൊല്ലടാ. എന്താ, സ്വന്തമാണോ അല്ലയോ എന്ന് ആലോചിക്കണോ? ഇല്ല, നല്ലവനാണോ അല്ലയോ എന്ന് ആലോചിക്കുവോ? ഓ, നിന്റെ അച്ഛൻ നല്ലവനാ. നീ നല്ലവനാ, പക്ഷെ ഞാൻ കെട്ടവനാ, വളരെ കെട്ടവൻ. മനസ്സിൽ വെച്ചു. നിക്കടാ, ഇപ്പൊ പറയുവാ. ആ ജഡ്ജിയെ മാത്രമല്ല നിന്നെയും ചേർത്ത് 2 ദിവസത്തിനുള്ളിൽ കൊന്നില്ലെങ്കിൽ ഞാൻ ഇബ്രാഹിം റാവുത്തർ അല്ലടാ. എന്താ, പേര് മാറ്റാൻ പോവാണോ? നിങ്ങൾക്കത് ഈസിയാ. 1 2 3 Happy birthday to you. എന്നോട് പിണങ്ങല്ലേ മോളെ, ഞാൻ എത്ര പറഞ്ഞിട്ട് അവര് കേട്ടില്ല. നമ്മളെല്ലാം ഒന്നിച്ചാഘോഷിക്കാൻ വന്നതാ. പഴയതൊക്കെ ആലോചിച്ചിരുന്ന എങ്ങനെയാ? പിറന്നാളിന് നിന്റെ അമ്മ പോയെന്ന് കരുതി ഇനി എത്ര വർഷം ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും? ശരി ആൻറ്റി, ആൻറ്റി വിഷമിച്ച് ഞങ്ങൾ എങ്ങനെ ഹാപ്പിയാവും? പ്ലീസ് ആൻറ്റി, വന്ന് കേക്ക് കട്ട് ചെയ്യാം ആൻറ്റി. ഡേയ്, ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേൽക്ക്. ഇത് തന്നെ സ്ഥിരം പരിപാടി. മാധവ, ആരെങ്കിലും മാധവനെ കണ്ടോ? ഡെയിലി പറയുന്നേ അല്ലേ, ഞങ്ങൾക്കറിയില്ല. പോടി വായടി. പോച്ചാ, എനിക്ക് ഒരുപാട് ഹോംവർക്ക് ഉണ്ട്. മാധവ, എവിടെ പോയി അവൻ? മാധവനെ എന്തിനാടി നോക്കുന്നേ? നിന്റെ മോള് കരയുന്നത് എന്തിനാണെന്ന് ചോദിക്കേ. അത് പുള്ളി നോക്കാമേ. പതുക്കെ പതുക്കെ. മാധവ, വട മുഴുവൻ തീർക്കല്ലേ, മാധവന് വട ഇഷ്ടമല്ലേ? മാധവ് നേരത്തെ കഴിച്ചല്ലോ. കഴിച്ചെന്നോ? എപ്പോ? കാലത്ത് തന്നെ കഴിച്ചിട്ട് പോയല്ലോ. എവിടെ? ഏതോ മുഖ്യമായ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാ പോയത്. മുഖ്യമായ സബ്ജക്റ്റോ? ആദ്യത്തെ ഗോലിയോ രണ്ടാമത്തെ ഗോലിയോ? ആദ്യത്തെ ഗോലി. ഓടിക്കോ, അവന്റെ അച്ഛൻ വരുന്നുണ്ട്. ചേട്ടാ, അടിക്ക്. എന്നെ അടിക്ക്. നിനക്കറിയില്ല അവൻ എന്താ ചെയ്തെന്ന്. ചേരി പോയി ഗോലി. ഞാൻ അവനെ അയച്ചത്. വാട്ട്? എന്ത് വാട്ട്? എന്താ തെറ്റെന്ന് പറ. അകത്ത് അടച്ചുപൂട്ടിയിരുന്ന ലോകം അറിയില്ലെന്ന് പറഞ്ഞ് ഞാനാണ് അവനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തുവിടുന്നത്. ഗോലി കളിച്ചാൽ എന്താ തെറ്റ്? ഇന്ന് ഗോലി കളിക്കുന്നവനായിരിക്കും നാളെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടുന്നത്. എന്താണോ? അയ്യോ, കാണിക്കേ. എന്തൊരടിയാ ചടയെ അടിച്ചേക്കുന്നേ? നിങ്ങൾ മനുഷ്യനോ അതോ മൃഗോ? നിങ്ങളാണ് ഒരു മജിസ്ട്രേറ്റ്. നിങ്ങൾ ഡെയിലി ക്രിമിനൽസിനെ കാണുന്നില്ലേ? അതുകൊണ്ടാണ് നിങ്ങളുടെ മോനെ സ്വന്തം കണ്ണിൽ ക്രിമിനൽ ആയിട്ട് തോന്നുന്നത്. ഇവരുടെ മുമ്പിൽ നിൽക്കണ്ടവാ. കുട്ടികളുടെ മനസ്സറിയാതെ ഇങ്ങനെ വളർത്തിയിട്ട് എന്തിനാ? ചേട്ടാ, നിങ്ങൾ വലിയ മജിസ്ട്രേറ്റ് ആയിരിക്കും, പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. പിറന്നു വീഴുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും നല്ലവരാ. വളരുമ്പോ അവർ നല്ലവരാകുന്നതും കെട്ടവരാകുന്നതും നമ്മുടെ പ്രവൃത്തി പോലെ ഇരിക്കും. മനസ്സിലായോ? ജീവിതത്തിൽ എപ്പോഴും കോർട്ട് കേസ് എന്ന് പറഞ്ഞ് കരയുന്നല്ലോ. മാസത്തെ 2 ദിവസം ഇവനെ പറ്റി ഓർത്ത് കരഞ്ഞു നോക്ക്. ഇവന് മാറും, നിങ്ങൾ മാറും. വട പോവാ.